നമുക്കിന്ന് രാവിലെ ചെറിയൊരു മേക്കപ്പ് വർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആൾ വരാനുള്ള വെയിറ്റിങ്ങിലാണ് ഇവിടെ. ഇത് സാന്ദ്ര. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇന്നത്തെ വർക്ക്. സാന്ദ്രയുടെയൊക്കെ പുതിയ വീടിൻ്റെ പാലുകാച്ചാണിന്ന്. അപ്പോൾ അതിനൊരുങ്ങാനായിട്ടാണ് സാന്ദ്ര വന്നിരിക്കുന്നത്. സാന്ദ്രയ്ക്ക് അധികം മേക്കപ്പ് ഒന്നും ഇഷ്ടമില്ലാത്ത കുട്ടിയാണ്. അപ്പോൾ ലൈറ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതിയെന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് സാന്ദ്രയ്ക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. മുഖത്തെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ സാന്ദ്രയെ സാരി ഉടുപ്പിച്ചത്. മുടി നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രിംപ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് മുല്ലപ്പൂവും വയ്ക്കുന്നുണ്ട്. നമ്മുടെ സാന്ദ്രയുടെ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് സാന്ദ്രയുടെ ഫൈനൽ ലുക്ക്. വർക്ക് കഴിഞ്ഞ് ഞാൻ നേരെ അമ്പലത്തിൽ പോയി. പിന്നെ അവിടുന്ന് വോട്ട് ചെയ്യാനും പോയി. ഞാൻ പോകാൻ ഇറങ്ങിയപ്പോഴേക്കും വീണ്ടും പാർലറിൽ വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ എന്നെ സഹായിക്കാൻ നിൽക്കുന്ന കുട്ടികൾ ചെയ്തു. അതുകൊണ്ട് എനിക്ക് പോയി സ്വസ്ഥമായിട്ട് വോട്ട് ചെയ്യാനും അമ്പലത്തിൽ പോകാനും ഒക്കെ പറ്റി. അത് കഴിഞ്ഞ് വീണ്ടും വന്ന് പാർലറിലേക്ക് കയറി. ഇതുപോലെ കല്യാണപ്പെണ്ണാണ്. മോളുടെ എൻഗേജ്മെൻ്റ് ആയിട്ടുണ്ട്. പിന്നെ അല്ലാതെ കുറച്ച് വർക്കുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഇന്ന് പാർലറിൽ പതിവില്ലാത്ത തിരക്കായിരുന്നു. എനിക്ക് വീട്ടിലൊന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ഇന്ന് എൻ്റെ ബ്രദറും അമ്മയും എല്ലാം കൂടെ വരുന്ന ദിവസമാണ്. അപ്പോൾ അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കാനും കാര്യങ്ങൾക്കായിട്ട് എനിക്കും ഇച്ചിരി ബിസി ആയിരുന്നു. ഇന്ന് നമ്മളെ സഹായിക്കാനായിട്ട് അടുക്കളയിലൊക്കെ സഹായിക്കാൻ വരുന്നൊരു കൊച്ചിന് ഇന്ന് വരാനും പറ്റിയില്ല. അങ്ങനെ നമ്മൾ എല്ലായിടത്തും കൂടെ ഓടി നടന്നാണ് ഇന്ന് പണിയൊക്കെ തീർത്തത്. പക്ഷേ ബ്രദറൊക്കെ വന്നപ്പോഴേക്കും ഇന്ന് ലേറ്റായി. അവർ ഓട്ടൊക്കെ ചെയ്തിട്ടാണ് വന്നത്. എനിക്ക് പാർലറിൽ തിരക്കായിരുന്നതുകൊണ്ട് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ഓടി വന്ന് കുറച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് അവർക്കുള്ള ഫുഡെല്ലാം മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ടാണ് അടുത്ത വർക്കിനായിട്ട് പോയത്. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു സ്മൂത്തിൻ്റെ വർക്കാണ് വന്നത്. ഇത് മോളുടെ കൂട്ടുകാരിയുടെ അമ്മയാണ്. പിന്നെ ഞങ്ങളുടെ റിലേറ്റീവ് കൂടിയാണ്. ഈ മുടി നമ്മൾ ഒരു കൊല്ലം മുമ്പൊന്ന് സ്മൂത്തൻ ചെയ്തതായിരുന്നു. ഇപ്പം ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്ട്രക്ചറിലൊക്കെ വ്യത്യാസം വന്നുകൊണ്ട് ഒന്ന് റീടച്ച് ചെയ്യാൻ വന്നിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് ഇപ്പോൾ മുടിയുടെ അവസ്ഥ. ഇതിനി സ്മൂത്തൻ ചെയ്ത് റെഡിയാക്കി കൊടുക്കണം നമുക്ക്. മുടിയുടെ ഫ്രണ്ട് പോർഷൻ വലിയ കുഴപ്പമില്ല, പക്ഷേ ബാക്കിലാണ് കൂടുതലായിട്ട് കേളിയായിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്മൂത്തൻ ചെയ്ത് റെഡിയാക്കണം.
ഇതിൻ്റെ ഫൈനൽ എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിക്കാം. നമുക്ക് അടുത്ത ദിവസം ഒരു കല്യാണ വർക്കുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അവർക്ക് വെക്കേണ്ട ഹെയർ എക്സ്റ്റൻഷനൊക്കെ ഷാമ്പും കണ്ടീഷനൊക്കെ ഉപയോഗിച്ച് കഴുകി ചെടിയൊക്കെ കളഞ്ഞ് നീറ്റാക്കി എടുക്കുകയാണ്. സ്മൂത്തും ചെയ്യുന്നതിനിടയ്ക്ക് ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് ആ വർക്കിന് പോയത്. അത് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും സ്മൂത്തിൻ്റെ പരിപാടിക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ ഈ മുടിയിൽ സ്മൂത്തൻ ക്രീം ഉപയോഗിച്ചതിന് ശേഷമുള്ള വാഷിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ മുടി അയൺ ചെയ്തെടുക്കണം. ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7:30 വരെ നല്ല ബിസിയായിരുന്നു പാർലറിലെ കാര്യങ്ങളൊക്കെ എപ്പോഴും അങ്ങനെയാണല്ലോ. ചിലപ്പോൾ നല്ല വർക്കായിരിക്കും, ചിലപ്പോൾ തീരെ വർക്ക് ഉണ്ടാകത്തില്ല. എങ്കിലും ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. അയൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് മുടി നന്നായിട്ട് ബ്ലോ ഡ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഇവിടെ ബ്ലോ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ മുടിയിൽ അയൺ ചെയ്യണം. ഇവിടെ അയണിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് അടുത്ത വർക്ക് വന്നിട്ടുണ്ട്. ഈ മോളുടെ വീട്ടിലും കല്യാണമാണ്. ആ മോളുടെ ബ്രദറിൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അവർ പാർലറിൽ വന്നിരിക്കുന്നത്. അപ്പോഴേക്കും എൻ്റെ അമ്മയും ബ്രദറും ഒക്കെ വീട്ടിലെത്തിയിരുന്നു. അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ ഫുഡൊക്കെ കഴിച്ച് കളികൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. നമ്മുടെ പെൺപിള്ളേരെല്ലാം കൂടെ മുറിയിൽ ഗ്യാങ് കൂടി അവരുടേതായ ലോകത്ത് ബിസിയാണ്. നമ്മുടെ കുഞ്ഞുണ്ണി ഇവിടെ ബബിൾസൊക്കെ വെച്ച് കളിക്കുന്ന തിരക്കിലാണ്. ഇടയ്ക്കൊന്ന് പാർലർ കുളിഞ്ഞു നോക്കാൻ വന്നു. ഇവിടെ ഇപ്പോൾ നമ്മുടെ സ്മൂത്തൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഈ മുടിയുടെ ഫൈനൽ റിസൾട്ട്. ഇടയ്ക്ക് വീഡിയോ വരാത്ത കുറച്ച് വർക്കുകളൊക്കെ കിട്ടി. ഇതാണ് നമ്മുടെ ലാസ്റ്റ് വർക്ക്. ഈ ത്രെഡിങ്ങോട് കൂടി നമ്മുടെ ഇന്നത്തെ വർക്കുകൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോഴേക്ക് സമയം രാത്രി 7:30 ആകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.